ജനുവരി തൊട്ട് നമ്മൾ ഏപ്രിൽ വരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള കറക്ഷൻസ് വന്നിട്ടുണ്ട്. നിരവധി ഗ്ലോബൽ ഇഷ്യൂസ് നടക്കുന്ന ഒരു സമയമായിരുന്നു. 30-40 സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകുമ്പോൾ ഒരു സ്റ്റോക്കിൽ നമുക്ക് വരുന്ന അലോക്കേഷൻ മേ ബി 1%, 1.5% ആണ്. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് 100%, 200% മൂവ് ചെയ്താൽ പോലും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വരുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഏതൊരു കച്ചവടവും പോലെ തന്നെ 10 രൂപ റിസ്ക് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ 30 രൂപ റിവാർഡ് എനിക്ക് കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വിറ്റുമാറും. അത് ഒന്നാമത്തെ രീതി. ഈ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാർക്കറ്റ് വീഴുന്നത് വരെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്ന് ആ പൈസ ചിലവായി പോകും. നമ്മൾ അക്കൗണ്ടിലിട്ട് മാർക്കറ്റ് വീഴുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനിടെ പല കാര്യങ്ങളും നമുക്ക് വരും. അത് സ്വാഭാവികമായിട്ട് ചിലവായി പോകും. ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, മാർക്കറ്റുമായിട്ട് വലിയ അറിവില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക പാസീവായിട്ടുള്ള ഫണ്ടുകൾ തന്നെയാണ്. എല്ലാവർക്കും നമസ്കാരം. വിപണി മുകളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, താഴേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ സ്റ്റോക്ക് ഇപ്പോൾ വിൽക്കണോ വാങ്ങണോ എന്നിങ്ങനെ എപ്പോഴും ഒരു നിക്ഷേപകന്റെ മനസ്സിൽ ചോദ്യങ്ങളുണ്ടാവും. ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയാൻ വേണ്ടി ഇന്ന് നമ്മളോടൊപ്പം ഓഹരി പഠനം സിഇഒ നിഖിൽ മാത്യു ചേരുന്നു. നമസ്കാരം. ജനുവരി മുതൽ ജൂൺ വരെയുള്ള മാർക്കറ്റിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇനിയുള്ള പെർഫോമൻസ് എങ്ങനെയാണ് നോക്കുന്നത് മാർക്കറ്റിന്റെ? ജനുവരി തൊട്ട് നമ്മൾ ഏപ്രിൽ വരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള കറക്ഷൻസ് വന്നിട്ടുണ്ട്. നിരവധി ഗ്ലോബൽ ഇഷ്യൂസ് നടക്കുന്ന ഒരു സമയമായിരുന്നു. ഏപ്രിൽ സ്റ്റാർട്ടിങ് തൊട്ട് മാർക്കറ്റിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിക്കവറി നമുക്ക് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ലാർജ് ക്യാപ്പിൽ കാര്യമായിട്ടുള്ള റിക്കവറി വന്നിട്ടില്ല. സ്റ്റിൽ ഈ ഒരു 24,000 ലെവലിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. ഏകദേശം മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും എനിക്ക് തോന്നുന്നു അറൗണ്ട് 15% മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും മോർ ദാൻ 20% നമ്മൾ ഏപ്രിൽ 1 മുതലുള്ള ആ ഒരു ലോയിൽ നിന്ന് നോക്കുവാണെങ്കിൽ നല്ലൊരു റിക്കവറി തന്നിട്ടുണ്ട്. സോ ഓവറോൾ ഫസ്റ്റ് 3 months അല്ലെങ്കിൽ ഏപ്രിൽ വരെ വളരെ മോശം മാർക്കറ്റും ഏപ്രിൽ മുതൽ ഈ ഒരു ജൂലൈ വരെ മോശമില്ലാത്തൊരു മാർക്കറ്റുമാണ് ഓവറോൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ സ്മോൾ ക്യാപ്പിൻ്റെയും മിഡ് ക്യാപ്പിൻ്റെയും കാര്യത്തിൽ വരുമ്പോൾ. T+0 സെറ്റിൽമെന്റ് ഇങ്ങനെയുള്ള സാങ്കേതികവിദ്യ ഒരു നിക്ഷേപകനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അത് ഒരു നിക്ഷേപന ഗുണകരമായിട്ടുള്ള ഒരു മാറ്റമാണോ? തീർച്ചയായിട്ടും സെറ്റിൽമെൻറ്റ് ടൈം കുറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം പലപ്പോഴും നമ്മൾ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു T+2 എന്ന് പറയുന്ന സെറ്റിൽമെൻ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും മേടിച്ച സ്റ്റോക്ക് അതിന് മുൻപേ ആ ഒരു സെറ്റിൽമെൻറ്റ് തീരുന്നതിന് മുൻപേ വിറ്റുമാറുന്നതിലൊക്കെ വളരെ വലിയ ബുദ്ധിമുട്ട് വരാറുണ്ട്. ചിലപ്പോൾ പലപ്പോഴും ഷോർട്ട് ഡെലിവറി എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഷോർട്ട് ഡെലിവറി ഒക്കെ വരുവാണെങ്കിൽ, അതായത് നമ്മൾ ഇന്ന് മേടിച്ചു സെറ്റിൽമെൻറ്റ് കഴിയുന്നതിന് മുൻപേ വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഷോർട്ട് ഡെലിവറി ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് വളരെ വലിയ രീതിയിലുള്ള ഫൈനും വളരെ വലിയ രീതിയിലുള്ള ലോസും ഈ ഒരു ഫൈൻ കാരണം വരാറുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റിൽമെൻറ്റ് ഡേയ്സ് T+2 നിന്ന് T+0 വരുന്നത് എന്തുകൊണ്ടും പോസിറ്റീവ് ഒരു കാര്യം തന്നെയാണ് ഒരു ട്രേഡർ എന്നുള്ള നിലയ്ക്ക്. നിക്ഷേപകർ ഇത്തരത്തിൽ എന്തെങ്കിലും മുൻകരുതലുകൾ എന്തെങ്കിലും സ്വീകരിക്കണം ഇത്തരം ഒരു രീതി വരുമ്പോൾ? ഇല്ല, നിക്ഷേപകരെ ഒരു പരിധിയിൽ കൂടുതൽ ഇത്തരത്തിലുള്ള റൂൾസോ ഇല്ലെങ്കിൽ റെഗുലേഷൻസോ വളരെ വലിയ രീതിയിൽ ബാധിക്കാറില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ടാക്സേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ന്യൂസസ് ഒക്കെയാണ്. ഇല്ലെങ്കിൽ STTയുടെ ചാർജസ് ഉയർത്തുന്നു, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിൻ്റെ ടാക്സിൽ ഒരു വർധനവ് വരുന്നു. ഇങ്ങനെയുള്ള ന്യൂസുകളാണ് പ്രധാനമായിട്ടും അവരെ കൂടുതൽ ബാധിക്കുന്നത്. അല്ലാതെ ഇത്തരത്തിലുള്ള മാർക്കറ്റിൽ വരുന്ന ചെറിയ ടൈമിങ്ങുമായി ബന്ധപ്പെട്ട ന്യൂസുകളോ ഇല്ലെങ്കിൽ ചെറിയ ഇത്തരം റെഗുലേഷൻസോ അവരെ വലിയ രീതിയിൽ ബാധിക്കാറില്ല. നിലവിലെ മാർക്കറ്റിന്റെ സാഹചര്യത്തിൽ സ്റ്റോക്ക് SIP ചെയ്യുന്നത് നല്ലൊരു തീരുമാനമാണോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സ്റ്റോക്ക് SIP ചെയ്യുക? സ്റ്റോക്ക് SIP, അതായത് മ്യൂച്വൽ ഫണ്ട് SIP, നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയുമാണ്. സ്റ്റോക്ക് SIP വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല സ്റ്റോക്കുകൾ ഡിപ്പിൽ കിട്ടുമ്പോൾ ലംസമായിട്ടോ ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ മാസവും റെഗുലറായിട്ടോ നമുക്ക് മേടിക്കാം. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മേ ബി ഒരു 20 സ്റ്റോക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ 30, 35, 40 സ്റ്റോക്കുകൾ ഉണ്ടാവും. ഓരോ സ്റ്റോക്കുകളിലും മേ ബി 1%, 1.5% അലോക്കേഷൻ ആയിരിക്കും കൊടുക്കുന്നത്. എന്നാൽ എനിക്ക് വളരെ നല്ല രീതിയിൽ സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ അറിയാം. എനിക്ക് ഫണ്ടമെൻ്റലി വളരെ ഡീപ്പായിട്ട് റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട് അറിയാം. ഒരു 5-10 വർഷം കഴിയുമ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു 10-15 സ്റ്റോക്കുകൾ മാത്രം എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുവാണ് എന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ SIP ചെയ്യുമ്പോൾ സ്റ്റോക്കുകളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ അലോക്കേഷൻസ് കൂടുതലായിരിക്കും. ഭാവിയിൽ ഈ സ്റ്റോക്കുകൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിൽ റിട്ടേൺ, നമ്മൾ മ്യൂച്വൽ ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള റിട്ടേൺസ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ അടുത്ത 5-10 വർഷം കഴിയുമ്പോൾ ഉള്ള സ്റ്റോക്കുകൾ
തിരഞ്ഞെടുക്കാനുള്ള സ്കില്ല് നമുക്കുണ്ടായിരിക്കണം. അതിലെന്തെങ്കിലും കമ്പനികളിൽ മാറ്റങ്ങൾ വരികയും താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിനെ വിറ്റുമാറി പുതിയ കമ്പനിയെ ആഡ് ചെയ്യാനും ഇങ്ങനെയുള്ള ആ ഒരു റീബാലൻസിങ്ങും സ്ട്രോങ് സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാനുള്ള നോളജും നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ സ്റ്റോക്ക് SIP വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഒരു ശരാശരി മലയാളിയുടെ പോർട്ട്ഫോളിയോ നോക്കിയിട്ടുണ്ടെങ്കിൽ 30-40 ഓഹരികൾ ഉണ്ടാകും എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. എങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഓഹരികളിലേക്ക് ചുരുക്കി ഒരു നല്ല പോർട്ട്ഫോളിയോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക? നല്ല പോർട്ട്ഫോളിയോ അതായത് ഈ ഒരു കാര്യം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് 30-40 സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകുമ്പോൾ ഒരു സ്റ്റോക്കിൽ നമുക്ക് വരുന്ന അലോക്കേഷൻ മേ ബി 1%, 1.5% ആണ്. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് 100%, 200% മൂവ് ചെയ്താൽ പോലും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വരുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. പക്ഷെ അത്രയും ഡൈവേഴ്സിഫൈ ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ നമുക്കൊരു സേഫ്റ്റി ഉണ്ട്. അപ്പോൾ സേഫ്റ്റി മാത്രമല്ലല്ലോ, നമുക്ക് റിട്ടേണും കൂടി ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത്രയും സ്റ്റോക്കിൽ നിന്ന് സ്റ്റോക്കുകളുടെ എണ്ണം കുറയ്ക്കേണ്ടതായിട്ട് വരും. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഒരു സെക്ടർ അനാലിസിസ് നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ചിലപ്പോൾ എല്ലാ കാലത്തും എല്ലാ സെക്ടറും ഒരേപോലെ പെർഫോം ചെയ്യത്തില്ല. ഇപ്പോൾ 2027-28 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 29 അടുത്തൊരു 3 വർഷം ഒരു ബുൾ റൺ വരുവാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ 10 സെക്ടർ ഉണ്ട് അല്ലെങ്കിൽ 15 സെക്ടർ ഉണ്ട്. ഈ 15 സെക്ടറുകളും പെർഫോം ചെയ്യത്തില്ല. അതിനുള്ളിൽ മേ ബി മെറ്റൽ ആയിരിക്കാം, മേ ബി ഫാർമ ആയിരിക്കാം, അങ്ങനെ ഒരു ഇല്ലെങ്കിൽ PSU ബാങ്ക് ആയിരിക്കാം. അങ്ങനെ ഒരു 5-6 സെക്ടർ ആയിരിക്കും ഏറ്റവും മുന്നിൽ നിന്ന് ലീഡ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുക്കുന്നതും. അപ്പം ഒരു സെക്ടർ അനാലിസിസ് നടത്തി പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള നല്ല വാല്യുവേഷൻ ലെവലിലുള്ള വാല്യുവേഷൻ പ്ലസ് പൊട്ടൻഷ്യൽ ഉള്ള സെക്ടറുകൾ കണ്ടുപിടിക്കാൻ പറ്റുവാണ് എന്നുണ്ടെങ്കിൽ ആ സെക്ടറുകളിലെ സ്റ്റോക്കുകളിലോട്ട് മാത്രം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചാൽ ഈ പറഞ്ഞ 30-40 നിന്ന് നമുക്ക് 15-20 വരാൻ വേണ്ടിയിട്ടും മാർക്കറ്റ് പെർഫോം ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിൽ റിട്ടേൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. ഒരു ഓഹരി നമുക്കിപ്പോൾ 100% റിട്ടേൺ തന്നു എന്നിരിക്കട്ടെ, അത് നമ്മൾ പിന്നെയും കൈവശം വെക്കേണ്ടതുണ്ടോ, അത് വിറ്റ് ഒഴിവാക്കുന്നതാണോ നല്ലത്? എന്താണ് ഈ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് ലളിതമായിട്ട് വിശദീകരിക്കും. ഒരു സ്വിംഗ് ട്രേഡറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുത്ത റിസ്കിനുള്ള റിവാർഡ് കിട്ടുക എന്നുള്ളതാണ്. അപ്പം ഏതൊരു കച്ചവടവും പോലെ തന്നെ 10 രൂപ റിസ്ക് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ 30 രൂപ റിവാർഡ് എനിക്ക് കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വിറ്റുമാറും. അത് ഒന്നാമത്തെ രീതി. ഇനി അങ്ങനല്ല, എനിക്കതിനെ കൂടുതൽ റിട്ടേണിന് വേണ്ടി ട്രയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കീ മൂവിങ് ആവറേജ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ ട്രയൽ ചെയ്യാം. മൂവിങ് ആവറേജിൻ്റെ താഴെ വരുമ്പോൾ വിറ്റുമാറാം. ഇതാണ് ഒരു ടെക്നിക്കൽ ലെവലിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. രണ്ടാമത്തത് ഒരു ഫണ്ടമെൻ്റൽ ലെവലിലോട്ട് വരുമ്പം ആൾക്കാർ ഇല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലെവലിലോട്ട് വരുമ്പം നോർമലി ആൾക്കാർ ചെയ്യുന്നത് അതിൻ്റെ ഒരു വാല്യുവേഷൻ ബേസിലാണ് അനാലിസിസ് നടത്തുന്നത്. ഇപ്പം ഈ ഒരു കമ്പനി ഇവരുടെ പെർഫോമൻസ് വെച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ഇവരുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ആ ഷെയറിന് 500 രൂപയാണ്. 500 രൂപ എന്ന് പറയുന്നത് നല്ലൊരു വാല്യുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവർ 500 രൂപയ്ക്ക് ആ ഒരു സ്റ്റോക്ക് മേടിക്കുന്നു. അതിനുശേഷം അവർ നടത്തിയ പഠനം പ്രകാരം 2028-29 ആകുമ്പോൾ ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി ഇത്ര പെർസെൻറ്റേജിൽ ഗ്രോ ചെയ്ത് ഇത്ര വളരും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് വെച്ചുകൊണ്ട് ഇത് 500-ൽ നിന്ന് 1000-ലോ 1500-ലോ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ആ വാല്യുവേഷൻ കിട്ടുമ്പോഴാണ് ഇവർ വിൽക്കുക. ഈ 500-ൽ നിന്നുള്ളത് 1500 എത്തുമ്പോൾ അവർ നോക്കുമ്പോൾ വാല്യുവേഷൻ പ്രകാരം ഇപ്പോൾ അത് ഓക്കെ ആയി, ഇപ്പോൾ അത് ഓവർ വാല്യൂഡ് ആണ്, വിറ്റുമാറിയേക്കാം. അല്ലാതെ ഒരു സ്റ്റോക്ക് മേടിച്ച് നമ്മൾ 50%-ഓ 100%-ഓ എന്നുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള രീതിയിൽ ഹോൾഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്. വാല്യുവേഷൻ ബേസ് ചെയ്തുകൊണ്ട് ലോവർ വാല്യുവേഷൻ കിട്ടുമ്പോൾ അവർ മേടിക്കുന്നു. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ നാട്ടിലോ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെയാണുള്ളത്, ഇവിടെ ഒരു 20 ലക്ഷം രൂപയ്ക്കോ 15 ലക്ഷം രൂപയ്ക്കോ ഒരു സ്ഥലം കിട്ടും. അത് കുഴപ്പമില്ല, വോർത്താണെന്ന് തോന്നിയാൽ നമ്മളിത് മേടിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊരാൾ 40 ലക്ഷം രൂപ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, 40 ലക്ഷം രൂപ ഇതിന് വളരെ നല്ല വിലയാണ്, ഇതിൻ്റെ മുകളിൽ ഇനി കിട്ടാനില്ല എന്ന് തോന്നിയാൽ, ഓവർ വാല്യൂഡ് ആണെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ നല്ല വാല്യുവേഷൻ ആണെന്ന് തോന്നിയാൽ നമ്മളിത് ചിലപ്പോൾ വിറ്റുമാറും. എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു വാല്യുവേഷൻ ഗെയിമാണ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ ഇതിൽ എത്ര പെർസെൻറ്റേജ് എന്നുള്ളതല്ല. ഒരു സ്വിംഗ് ട്രേഡർ ആണെങ്കിൽ ആ രീതിയിലാണ് ചിന്തിക്കുക. 20% റിസ്ക് എടുത്തു, എനിക്ക് 60% വേണം. ഒരു ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ വാല്യുവേഷൻ കിട്ടുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ബുക്ക് ചെയ്യുന്നത്, ഒരിക്കലും ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് അല്ല. നമ്മളെപ്പോഴും ഈ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇതൊക്കെ പറയുമ്പോഴത്തേനും അത് കൂടുതലും ആൺകുട്ടികൾ അല്ലെങ്കിൽ മെയിലായിട്ടുള്ള ഒരു കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു, സ്ത്രീകൾ അത്രയും വരുന്നില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെ തോന്നാറുണ്ടോ? സ്ത്രീകളെ ഈ മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപം കൊണ്ടുവരാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒത്തിരി ലേഡീസ് അല്ലെങ്കിൽ സ്ത്രീകൾ ഈ ഒരു ഫീൽഡിലോട്ട് കടന്നു വരുന്നുണ്ട്. നോർമലി ഈ ഒരു എന്താ പറയുക, റിസ്ക് ടേക്കിങ്, അതായത് ഈ പൈസ വെച്ചുകൊണ്ടുള്ള റിസ്ക് എടുക്കുന്നതിൽ കൂടുതൽ സ്ത്രീകളെക്കാൾ കൂടുതൽ ആണുങ്ങളാണ് കൂടുതൽ ചെയ്യാറ്. അതുകൊണ്ട് തന്നെയാണ് ആണുങ്ങൾ ഇതിലോട്ട് കൂടുതൽ കടന്നു വരുന്നതും സ്ത്രീകൾ വരുന്നത് കുറവും. കാരണം അവർക്ക്
ഒരു 500 രൂപ റിസ്ക് എടുക്കുക അല്ലെങ്കിൽ ഒരു 1000 രൂപ റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് നമുക്ക് റിസ്ക് എടുക്കാണ്ട് ഒരിക്കലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റത്തില്ല. ഇതിനുള്ളൊരു സേഫ് സോൺ കളിയില്ല. എന്നാൽ സ്ത്രീകൾ ഈ ഒരു ക്യാഷിൻ്റെ കാര്യത്തിൽ അത്ര റിസ്ക് എടുക്കാത്തവരാണ്, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തുടക്കത്തിൽ കടന്നു വരാൻ നല്ല മടിയുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്നവരുടെ എണ്ണം കുറവായിരുന്നു. പക്ഷെ വൺസ് ഇവർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായി ഇമോഷൻസ് കൺട്രോൾ ചെയ്തുകൊണ്ട് ഡിസിപ്ലിനോട് കൂടി ട്രേഡ് ചെയ്യാൻ പറ്റുന്നതും സ്ത്രീകൾക്കായിരിക്കും. കാരണം അവർ ഗ്യാമ്പിൾ ചെയ്യത്തില്ല. അവർക്ക് ആ ഒരു ഗ്യാമ്പിളിങ് മൈൻഡ് സെറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ എമൗണ്ടിനും അവർ വാല്യൂ കൽപ്പിക്കും. അതുകൊണ്ട് തന്നെ അവർ റിസ്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. നിരവധി പേര് ഇപ്പം കടന്നു വരുന്നുമുണ്ട്. പഴയ കാലത്തിനെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി പേര് കടന്നു വരുന്നുണ്ട് സ്ത്രീകൾ. ഇപ്പോൾ എനിക്കിപ്പം ഞാനിപ്പോൾ ഒരു SIP ചേർന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു ബോണസ് കിട്ടുന്നു, അല്ലെങ്കിൽ എൻ്റെ സാലറി കൂടുന്നു. ഈ തുക ഞാൻ നേരെ SIP ഇൻവെസ്റ്റ് ചെയ്യണോ, അതോ ഞാൻ വിപണി ഇറങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരുന്നിട്ട് ലെംസം എമൗണ്ട് ആയിട്ട് നിക്ഷേപിക്കുന്നതാണെന്നല്ല, ഇതിലേതാണ് ഒരു സാധാരണക്കാരന് മികച്ചൊരു തീരുമാനം? SIP എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മാസവും സ്ഥിരമായി ഒരു എമൗണ്ട് ഇട്ടു പോകുന്നതാണ്. അപ്പോൾ അതങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അതിൻ്റെ പുറമേ നമ്മൾ ഒരു എമൗണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ലെംസമായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാർക്കറ്റ് വീഴുന്നത് വരെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്ന് ആ പൈസ ചിലവായി പോകും. നമ്മൾ അക്കൗണ്ടിലിട്ട് മാർക്കറ്റ് വീഴുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനിടെ പല കാര്യങ്ങളും നമുക്ക് വരും. അത് സ്വാഭാവികമായിട്ട് ചിലവായി പോകും. സോ കയ്യിൽ വെച്ച് മാർക്കറ്റ് വീഴുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നുന്നില്ല. പകരം മാർക്കറ്റ് വളരെ ഹൈയിലാണ്, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലോജിക്കൽ അല്ലാന്ന് തോന്നിയാൽ ആ ഒരു എമൗണ്ട് നമുക്ക് ഡെപ്റ്റ് ഫണ്ടുകളുണ്ട്. ഫിക്സഡ് ആയിട്ട് റിട്ടേൺ കിട്ടുന്ന ലിക്വിഡ് ഫണ്ടുകളോ ഡെപ്റ്റ് ഫണ്ടുകളോ ഉണ്ട്. അതിൽ ഈ പറഞ്ഞ 6-7% വേണ്ടി നിക്ഷേപിക്കുക. വൺസ് മാർക്കറ്റ് വീണ് കഴിയുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ആ ഒരു ഇക്വിറ്റി ഫണ്ടിലോട്ട് സ്വിച്ച് ചെയ്യുക. അതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ. അതുപോലെ ഇപ്പം പലരും ആകർഷിക്കപ്പെടുന്ന ഡിവിഡൻഡ് കൂടുതലുള്ള കമ്പനികളിലേക്ക് ആകർഷിക്കപ്പെടാറുണ്ടല്ലോ. അതൊരു നല്ല തീരുമാനമാണോ, അതോ നമുക്ക് ഗ്രോത്ത് ഓഹരികളുള്ള രീതിയിലേക്ക് നമ്മൾ എത്തുന്നതാണോ നല്ലത്? തീർച്ചയായിട്ടും നമുക്ക് ഗ്രോത്താണ് ഏറ്റവും അത്യാവശ്യം. ഇപ്പം നമ്മളൊരു സ്റ്റോക്കിൽ ഒരു 5% നമുക്ക് ഇയർലി ഡിവിഡൻഡ് ഈൽഡ് ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഈ പറഞ്ഞ പോലെ 5% നമുക്ക് ഡിവിഡൻഡ് ഈൽഡ് കിട്ടി. പക്ഷെ സ്റ്റോക്ക് 10% താഴെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ലാഭമില്ലല്ലോ. കാരണം സ്റ്റോക്ക് 10% താഴെ പോയി, 5% ഡിവിഡൻഡ് ഈൽഡ് കിട്ടി. അപ്പം മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ വലിയൊരു റാലി വന്നു. ഈ ഒരു സ്റ്റോക്ക് പെർഫോം ചെയ്തില്ല. ബാക്കിയുള്ള സ്റ്റോക്കുകൾ 30-40% പെർഫോം ചെയ്തു. ഈ ഒരു സ്റ്റോക്ക് പെർഫോം ചെയ്തില്ല. പകരം 5% ഡിവിഡൻഡേ തന്നുള്ളൂ എങ്കിലും നമുക്ക് കാര്യമില്ല. അതുകൊണ്ട് ഡിവിഡൻഡ് ഉള്ള കമ്പനികൾ അല്ലെങ്കിൽ ഡിവിഡൻഡ് തരുന്ന കമ്പനികൾ സെലക്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യലും കൂടി നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഗ്രോത്തിന് ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുക. അതുപോലെ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടുകളാണോ അതോ ഇൻഡെക്സ് ഫണ്ടുകളാണോ നല്ലത്? ഇതിലേതാണ് ഒരാൾ ശ്രദ്ധിക്കേണ്ടത്, ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, മാർക്കറ്റുമായിട്ട് വലിയ അറിവില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക പാസീവായിട്ടുള്ള ഫണ്ടുകൾ തന്നെയാണ്. കാരണം അത് മാർക്കറ്റ് എത്രയാണോ നമുക്ക് റിട്ടേൺ തരുന്നത് അതേ ബെഞ്ച് മാർക്കിൽ നമുക്ക് റിട്ടേൺ തരും. ഇപ്പം നമ്മൾ മിഡ് ക്യാപ് ഫണ്ടുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 5 ഇയറിൽ 18%, 20% CAGR ഈ ഒരു പാസീവ് ഫണ്ടുകൾ, അതായത് മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നോ അതിന് സെയിം റിട്ടേൺ തരുന്ന ഫണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഏത് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര %, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അതൊന്നും ചിന്തിക്കേണ്ട. പകരം ലാർജ് ക്യാപ്പിൻ്റെയും മിഡ് ക്യാപ്പിൻ്റെയും സ്മോൾ ക്യാപ്പിൻ്റെയും ഗോൾഡിൻ്റെയും 4 പാസീവ് ഫണ്ടുകൾ സെലക്ട് ചെയ്തിട്ട് അതിൽ ബ്ലൈൻഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോവുക. ഫണ്ട് മാനേജർ ഏതാണെന്നോ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നെന്നോ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ആക്റ്റീവ് ഫണ്ടിലോട്ട് വരുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. ആ ഒരു ഫണ്ട് മാനേജറിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അയാൾ ഫണ്ട് ഹാൻഡിൽ ചെയ്ത ഫണ്ടുകൾ നല്ല രീതിയിൽ റിട്ടേൺ തന്നിട്ടുണ്ടോ, അയാളുടെ ഹിസ്റ്ററി എന്താണെന്നൊക്കെ ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് നമുക്ക് അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോസ് എത്രയാണ്, അവരുടെ ഇപ്പോൾ AUM എത്രയാണ്, അവർക്ക് എത്ര പൊട്ടൻഷ്യൽ, ഇതൊക്കെ നമ്മൾ വലിയൊരു അനാലിസിസ് ഉണ്ട്. ഇനി ഒരു പരിധിയിൽ കൂടുതൽ ആ ഒരു ഫണ്ട് വളർന്നു കഴിയുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് വേണ്ട വിധത്തിൽ ഇല്ല എന്ന് തോന്നിയാൽ അതിനെ നമ്മൾ വേറെ ഫണ്ടിലോട്ട് കൊണ്ടുപോകണം, ഷിഫ്റ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ചിലപ്പോൾ അത്ര ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കത്തില്ല. മേ ബി ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് കുറേ കൂടി മനസ്സിലാക്കി ചെയ്യുന്ന ഒരാൾക്ക് അത് ഈസിയാണ്. ആക്റ്റീവ് ഫണ്ടുകളായിരിക്കും കൂടുതൽ റിട്ടേൺ തരാൻ പൊട്ടൻഷ്യൽ ഉള്ളത്. പക്ഷേ അത്രത്തോളം നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യാനും പഠിക്കണം. അപ്പോൾ സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇത്ര അറിവ് ഉണ്ടാകണമെന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് പാസീവ് ഫണ്ട് തന്നെയാണ്. കൂടുതലൊന്നും ചിന്തിക്കേണ്ട. അതിൽ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടുകളല്ല, പാസീവ് ഫണ്ടുകളാണ്. അതിൽ ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ഇട്ടുപോകുക. മാർക്കറ്റ് എത്ര റിട്ടേൺ ആണോ തരുന്നത് അതിനനുസരിച്ച് നമുക്ക്
കിട്ടും. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 20 or 30% മ്യൂച്വൽ ഫണ്ടുകൾ മാത്രമാണ്. അതായത് 100 മ്യൂച്വൽ ഫണ്ട് ഉണ്ടെങ്കിൽ 30 മാത്രമാണ് പലപ്പോഴും പാസീവ് ഫണ്ടുകളെ ബീറ്റ് ചെയ്യാറുള്ളത് ലോങ് റണ്ണിൽ. മേ ബി കഴിഞ്ഞ 5 വർഷത്തെ CAGR നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ റിട്ടേൺ കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ കഴിഞ്ഞ 15 വർഷത്തെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇൻഡെക്സ് ഫണ്ട് ഓർ പാസീവ് ഫണ്ട് അതിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല. സോ ബെറ്റർ എപ്പോഴും പാസീവ് ഫണ്ട് തന്നെയാണ്.